പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർമുല്ലേ ഒരു നാളിൻ കനവിലും നനഞ്ഞിടുമോ എൻ്റെ ഹൃദയത്തിൻ നൊമ്പരം അങ്ങറിഞ്ഞിടുമോ പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർമുല്ലേ ഒരു നാളിൻ കനവിലും നനഞ്ഞിടുമോ എൻ്റെ ഹൃദയത്തിൻ നൊമ്പരം അങ്ങറിഞ്ഞിടുമോ ഒരുപാട് നാളായി മഹാപാപി കൊതിക്കുന്നു മദീന തൻ മണലൊന്ന് പുണർന്നിടുവാൻ എന്നിൽ അസ്റായിൽ വരും മുമ്പേ വിളിച്ചിടുമോ പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർമുല്ലേ ഒരു നാളിൻ കനവിലും നനഞ്ഞിടുമോ എൻ്റെ ഹൃദയത്തിൻ നൊമ്പരം അങ്ങറിഞ്ഞിടുമോ സ്വാതന്ത്ര്യമേകാൻ പറ്റുന്ന മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്നിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് വായിക്കാൻ പറയുകയാണ്. മുത്തുനബി പറയുകയാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ മുത്തുനബിയെ കൂട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറയുകയാണ്, ഇഖ്റ, വായിക്കുക നബിയേ, ഇഖ്റ, വായിക്കുക നബിയേ. മുത്തുനബി പറയുകയാണ്, ഞാൻ ഉമ്മിയാണ്, ഞാൻ എഴുത്തും വായനയും അറിയുന്ന ആളല്ല, എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, മുത്തുനബിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഓതിക്കൊടുക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. മുത്തുനബിക്ക് പനി വരികയാ. മുത്തുനബി വല്ലാതെ വിറക്കുകയാ. ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാ. എന്നിട്ട് ഖദീജ ബീവിയോട് പറയുകയാണ്, സമ്മിലൂനി ഖദീജ, സമ്മിലൂനി ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ. വല്ലാതെ വിറക്കുന്നു ഖദീജ, വല്ലാതെ വിയർക്കുന്നു ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുത്തുനബിയെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിന്റെ മന്ത്രം മൊഴിയുകയാണ്. അങ്ങ് വിഷമിക്കേണ്ട നബിയേ, അങ്ങക്കൊരാപത്തും വരില്ല നബിയേ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് നബിയേ, അങ്ങ് ആരോടും കളവ് പറയാത്തവരാണ് നബിയേ, അങ്ങ് അൽ-അമീനാണ് നബിയേ, അങ്ങ് ആരെയും ഉപദ്രവിക്കാത്തവരാണ് നബിയേ, അങ്ങക്കൊരാപത്തും വരില്ലെന്ന് മഹദിയായ ഖദീജ ബീവി, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കോ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കോ ഖദീജ. വിറക്കുന്നു മേനി, പിടക്കുന്നു ദേഹി, ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറക്കുന്നു മേനി, പിടക്കുന്നു ദേഹി, ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. പുതപ്പിട്ട് മൂടൂ ഖദീജ.
ചേർത്തുന്നണക്കൂ ഖദീജ പുതപ്പിട്ട് മൂടൂ ഖദീജ ചേർത്തുന്നണക്കൂ ഖദീജ അറിവിന്റെ നൂറേ കനിവിന്നിലാവേ ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ അറിവിന്റെ നൂറേ കനിവിന്നിലാവേ ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാകെ പടച്ചവനല്ലേ പുതപ്പിട്ട് മൂടൂ ഖദീജ ചേർത്തുന്നണക്കൂ ഖദീജ പതിയുടെ ചാരേ കരം കോർത്തു മെല്ലെ ഹബീബായ മൂത്ത് മഹദിയോടൊത്ത് പതിയുടെ ചാരേ കരം കോർത്തു മെല്ലെ ഹബീബായ മൂത്ത് മഹദിയോടൊത്ത് കരുത്തുറ്റ വാക്ക് ശരഫായോർക്ക് കുളിർക്കാറ്റ് നൽകി കിരണങ്ങൾ പുൽകി കരുത്തുറ്റ വാക്ക് ശരഫായോർക്ക് കുളിർക്കാറ്റ് നൽകി കിരണങ്ങൾ പുൽകി പുതപ്പിട്ട് മൂടൂ ഖദീജ ചേർത്തുന്നണക്കൂ ഖദീജ പുതപ്പിട്ട് മൂടൂ ഖദീജ ചേർത്തുന്നണക്കൂ ഖദീജ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അതാ മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചു. ഒരിക്കൽ അദ്ദേഹം മദീനത്തേക്ക് വന്നു മുത്തുനബിയെ ഒന്ന് കാണാൻ. മുത്തുനബിയെ കാണാൻ വല്ലാത്ത മോഹമായി നടന്ന ഉവൈസുൽ ഖർനി തന്റെ ഉമ്മാക്ക് സുഖമില്ലാത്തത് കൊണ്ടും തന്റെ ഉമ്മയെ നോക്കാൻ വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും ഉമ്മയെ നോക്കാൻ തിരിച്ചു വരേണ്ട ഉവൈസുൽ ഖർനി തിരിച്ചു വരേണ്ടതുണ്ടായതുകൊണ്ട് ഉവൈസുൽ ഖർനിക്ക് മദീനയിൽ കൂടുതൽ നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. മദീനത്ത് കൂടെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോയി. ആയിഷ ബീവിയുടെ വീട്ടിൽ മുത്തുനബി അന്നുണ്ടായിരുന്നില്ല. ഏതോ ഒരു യുദ്ധത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിരിക്കുകയാണ്. ആയിഷ ബീവിയോട് ചോദിച്ചു, ഹബീബായ റസൂലുള്ള എപ്പോഴാ വരികയെന്ന് ഉവൈസുൽ ഖർനി ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എപ്പോഴാ തിരിച്ചു വരികയെന്നറിയില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിയും, ചിലപ്പോൾ ഇന്ന് തന്നെ വരും. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അതാ അവിടെ പൊട്ടിയിരിക്കുകയാണ്. എന്നിട്ട് തന്റെ ഉമ്മ തനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു പോയി. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അതാ തിരിച്ചു വരികയാണ്. ഇതാ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. ഉവൈസുൽ ഖർനി ചിന്തിക്കുകയാണ്, ഈ മദീനയുടെ മണ്ണ് എത്ര ഭാഗ്യം ചെയ്ത മണ്ണ്, ഈ മദീനയുടെ കാറ്റ് എത്ര ഭാഗ്യം ചെയ്ത കാറ്റ്, അല്ലാഹുവിന്റെ റസൂലിനെ തഴുകി പോവാൻ കഴിയുന്ന കാറ്റ് എത്ര ഭാഗ്യമുള്ള കാറ്റ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പാദം സ്പർശിക്കാൻ കഴിഞ്ഞ മണ്ണ് അതെത്ര ഭാഗ്യമുള്ള മണ്ണ്. ബഹറിന്റെ അക്കരെ പോയി ഞാൻ എന്റെ ഹബീബിനെ കണ്ടുവെങ്കിൽ വളർമകളേറിയിട്ടിളങ്ങും മദീനയിൽ അന്നു പിറന്നുവെങ്കിൽ ബഹറിന്റെ അക്കരെ പോയി ഞാൻ എന്റെ ഹബീബിനെ കണ്ടുവെങ്കിൽ വളർമകളേറി തിളങ്ങും മദീനയിൽ അന്നു പിറന്നുവെങ്കിൽ തിരുപാദമിൽ ചേർന്ന പാതകമെങ്കിലും ഞാനായിരുന്നുവെങ്കിൽ
ജഗസൂര്യവീജികൾ കേൾക്കുന്നൊരു പുഷ്പമായി വിരിഞ്ഞുവെങ്കിൽ ത്വാഹതൻ കാലടി ചോട്ടിലെ മൺതരി ഞാനായിരുന്നുവെങ്കിൽ ആ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, റബ്ബേ എനിക്ക് എന്റെ മുത്തിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, വർഷങ്ങളായി കാത്തിരിക്കുകയാണല്ലോ, മദീനയിൽ ഒന്ന് വന്ന് മുത്തിനെ ഒന്ന് കാണാമെന്ന്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞു, നബിയെ നിന്നും ഉവൈസ് വന്നിരുന്നു നബിയെ. മുത്തുനബി പറഞ്ഞു, ഉവൈസ് എവിടെ? ഉവൈസ് അപ്പോഴേക്കും തിരിച്ചു പോയിരുന്നു. സ്വഹാബികളോട് മുത്തുനബി പറഞ്ഞു, ഉവൈസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഉവൈസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉവൈസിനെ ഒന്ന് കൊണ്ടുവരണം. ഉഹുദ് യുദ്ധത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തന്റെ മുൻപല്ലങ്ങ് പൊട്ടിക്കുകയാണ്. ഉഹുദ് യുദ്ധത്തിൽ പരാജയമായിരുന്നില്ലേ? ശത്രുക്കളോട് പരാജയമായിരുന്നില്ലേ? മുത്തുനബിയുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹിന്ദെന്ന പെണ്ണ് യാഷിയുടെ ചാട്ടുളി പ്രയോഗത്തിലൂടെ മഹാനായ ഷഹീദാവുകയാണ് ഉഹുദിൽ. സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ഹിന്ദെന്ന പെണ്ണ് ഹംസ റളിയല്ലാഹു അൻഹു തലവേറെ കൈകാലുകൾ വേറെ അങ്ങനെ വേർതിരിക്കുകയാ. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടിയിൽ മദ്യമൊഴിച്ച് കുടിക്കുകയാ. ദേഷ്യം തീരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പിടിച്ച് ചീന്തി കടിച്ചു തുപ്പുകയാ. ഇതറിഞ്ഞ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? നിന്റെ മുത്തായ നബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഉവൈസുൽ ഖർനിക്ക് സമാധാനമില്ല. ഉവൈസുൽ ഖർനി വരുന്നവരോടെല്ലാം ചോദിച്ചു, മുത്തായ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതാ മുത്തായ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോ ഉവൈസുൽ ഖർനി ഓടിച്ചെല്ലുകയാ. എന്നിട്ടൊരു കല്ലെടുത്തുകൊണ്ട് അതാ മുൻപല്ല് അങ്ങ് പൊട്ടിക്കുകയാ. മുത്തുനബിക്കില്ലാത്ത മുൻപല്ല് ഈ ഉവൈസിന് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അതാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപല്ലങ്ങ് പൊട്ടിക്കുകയാ. അത്രമേൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു ഉവൈസുൽ ഖർനി. കരനങ്ങാടിയിൽ വരും കരൾ പൊട്ടിയായാൽ ചോദിക്കും, മദീനക്കാരുണ്ടോ? മദീനക്കാരുണ്ടോ? അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും. അന്നേരം വാരി പുണരും ആ കൺതടം ചുംബിക്കും. കരനങ്ങാടിയിൽ വരും കരൾ പൊട്ടിയായാൽ ചോദിക്കും, മദീനക്കാരുണ്ടോ? മദീനക്കാരുണ്ടോ? മെലിഞ്ഞുള്ളൊരു മേനിയതാ, മുഷിഞ്ഞുള്ളൊരു വേഷം സദാ. മെലിഞ്ഞുള്ളൊരു മേനിയതാ, മുഷിഞ്ഞുള്ളൊരു വേഷം സദാ. മെഹബൂബരെ തേടും വേദാ, തീർക്കുന്ന ഉവൈസിൻ കഥ. മെഹബൂബരെ തേടും വേദാ, തീർക്കുന്ന ഉവൈസിൻ കഥ. നബിയോടിതവർ പറയും, അന്നേരം നബി മൊഴിയും. നബിയോടിതവർ പറയും, അന്നേരം നബി മൊഴിയും. ഉവൈസിനിൽ ചേരും സ്വർഗത്തിൽ കൂട്ടാം. ഉവൈസിനിൽ ചേരും സ്വർഗത്തിൽ
സ്വരത്തിൽ കൂട്ടാവും കർണങ്ങാടിയിൽ വരും കരപൊട്ടിയായാൽ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ. ഉമ്മാക്കൊരു കൂട്ടാണ് അകമാകെ നബിയാണ്. ഉമ്മാക്കൊരു കൂട്ടാണ് അകമാകെ നബിയാണ്. ഒന്ന് കാണാൻ കൊതിയാണ് കണ്ടോരേ പ്രിയമാണ്. ഒന്ന് കാണാൻ കൊതിയാണ് കണ്ടോരേ പ്രിയമാണ്. ഇതെന്തൊരു ഇഷ്കാണ് ഇഷ്കിൽ സ്വയം മൗത്താണ്. ഇതെന്തൊരു ഇഷ്കാണ് ഇഷ്കിൽ സ്വയം മൗത്താണ്. കാണാൻ ഫഖീറാണ് കരളിനകം നബിയാണ്. കാണാൻ ഫഖീറാണ് കരളിനകം നബിയാണ്. കർണങ്ങാടിയിൽ വരും കരപൊട്ടിയായാൽ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ.